നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന് പിന്തുണയുമായി കോഴിക്കോട് വിദ്യാർത്ഥികളും യുവജനങ്ങളും തെരുവിലിറങ്ങി. കോഴിക്കോട് ബീച്ചിലായിരുന്നു പുതുതലമുറയുടെ പ്രതിഷേധ സംഗമം. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ നേതൃത്വം നൽകിയ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. രാജ്യതലസ്ഥാനത്ത് തിളച്ചുമറിയുന്ന പാറ്റാ സമരത്തിന് പിന്തുണയുമായി കോഴിക്കോട് ബീച്ചിൽ അവർ ഒത്തുചേർന്നു. കേവലമൊരു സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ വിദ്യാർത്ഥി വിരുദ്ധതയ്ക്കും പിടിപ്പുകേടിനുമെതിരെ പ്രതിഷേധം ഇരമ്പിയാർത്തു. രാജ്യത്ത് ജനാധിപത്യം നേരിടുന്ന നാണക്കേടും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുദ്രാവാക്യം വിളികളും ആലേഖനം ചെയ്ത പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു സമരം. ഉറക്കമിളച്ചു പഠിച്ച് എഴുതിയ പരീക്ഷ ചിലർ ചോദ്യപേപ്പർ ചോർത്തിയതിന്റെ പേരിൽ റദ്ദാക്കിയപ്പോൾ നഷ്ടപ്പെട്ടത് ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണെന്ന് അനുഭവങ്ങൾ പങ്കുവച്ച് പരീക്ഷാർത്ഥികൾ വേദനയോടെ പറഞ്ഞു. ഞാനിത് റീനീറ്റിന് അപ്പിയർ ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോൾ അതെന്താ ഈ പഠിച്ച സാധനമല്ലേ, പിന്നെയും കൂടെ കുറച്ച് ദിവസം കഴിഞ്ഞ് പഠിച്ച് എഴുതിയ പോരെ, അങ്ങനെ അവർ സംസാരിച്ചേ. പക്ഷേ ഈ മെൻ്റൽ പ്രഷറിൽ ഞാൻ റീനീറ്റിന് വേണ്ടി ഒരു അക്ഷരം പഠിച്ചിട്ടില്ല. ബുക്ക് ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല. മറ്റേ എക്സാമിൻ്റെ സംഭവമായതുകൊണ്ട് ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് ഫ്രണ്ട്സിനെ ലോസ് ആയിട്ടുണ്ട്. ഒരു വർഷം എന്താ പറയുക, ക്വാറന്റൈനിലൊക്കെ ഇരുന്ന മാതിരിയുള്ള ഫീലാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് മുന്നിലൊരു ഓപ്ഷനും ഇല്ല. എന്താ ചെയ്യാനറിയില്ല. കണ്ടിന്യൂസ് ആയിട്ട് അണ്ടർ വെരി ഹ്യൂജ് പ്രഷർ ഞങ്ങളുടെ മാക്സിമം കൊടുത്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെ പെട്ടെന്ന് സഡൻലി ഒരു ദിവസം ഹ്യൂജ് പീപ്പിൾ വലിയൊരു വില കൊടുത്ത് ഞങ്ങളുടെ ഒരുപാട് കാലത്ത് ആഗ്രഹത്തിന് വില കൊടുത്ത് വാങ്ങിയെന്ന് പറയുമ്പം പെട്ടെന്ന് ഏതൊരാളാണെങ്കിലും ഈ ഹ്യൂമൻസ് ആണെങ്കിൽ നമ്മളത് തകർന്നു പോകും. ഓരോ ദിവസവും ഞാൻ ജൂൺ 12 എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്തത്. ആ ജൂൺ 12 തൊട്ട് മെയ് 3 വരെ ഞങ്ങൾ കണ്ടിന്യൂസ് ഒരു എന്താ പറയുക, ഒരു സൈക്കിളിൻ്റെ ഉള്ളിലായിരുന്നു. ഒരു ദിവസം എനിക്ക് ഒരു സാധനം റിപ്പീറ്റ് ചെയ്യുക. ആസ് എ ഹ്യൂമൻ ബീയിങ് ഞാൻ ഭയങ്കര ബോർഡായിരുന്നു ഇതിൽ. പക്ഷേങ്കിൽ എൻ്റെ ഒരുപാട് വർഷത്തെ ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ ഇത്രയും ദിവസമായി തള്ളി നീക്കി. എക്സാം ഫുൾ ലീക്കായി. ഞാൻ എൻ്റെ മാക്സിമം ഇട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയി അറ്റൻഡ് ചെയ്തൊരു എക്സാം അത് ക്യാൻസലായി പോയി എന്നറിഞ്ഞപ്പം ഞാൻ നല്ല ഡൗൺ ആയി പോയി. ഇനി അത് അവർ ചിലപ്പം ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരായതുകൊണ്ടായിരിക്കാം ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ വേദന അവർക്ക് മനസ്സിലാവാറ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല, മോദിയും രാജിവെക്കും വരെ പ്രതിഷേധം തുടരാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ജൻസി സമരത്തിന് മുന്നണി പോരാളിയായി എത്തിയ സാമൂഹ്യ പ്രവർത്തക ഗാർഗി. ഈ പ്രക്ഷോഭം വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചതാണെങ്കിലും അത് അവർക്ക് ഈ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ എങ്ങനെ ജീവിക്കും, ക്ലൈമറ്റ് ജസ്റ്റിസ് എങ്ങനെ ഉണ്ടാവും, എങ്ങനെയാണ് ഭാവിയിൽ ഇവിടെ ഫ്ലഡോ വരൾച്ചയോ ഇല്ലാതെ ജീവിക്കാൻ പറ്റുക എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആണ് ഇവിടുത്തെ യുവജനത. ഇവരുടെ പ്രധാന ആവശ്യം PM മോദി രാജിവെക്കുക. ആദ്യം ധർമ്മേന്ദ്ര പ്രധാനായിരുന്നു, ഇപ്പം അത് മാറിയിട്ട് PM മോദി NDA സർക്കാർ രാജിവെക്കുക. കേവലം സോഷ്യൽ മീഡിയ ആഹ്വാനത്തിന്റെ ബലത്തിൽ മാത്രം മറ്റ് സംഘാടനമൊന്നുമില്ലാതെ കോഴിക്കോട് ബീച്ചിലേക്ക് ഒഴുകിയെത്തിയത് നൂറുകണക്കിന് വിദ്യാർത്ഥികളും യുവാക്കളുമായിരുന്നു. നീതി തേടിയുള്ള വിദ്യാർത്ഥി പോരാട്ടത്തെ ഭരണകൂടത്തിന്റെ അഹന്ത കൊണ്ട് അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഉച്ചത്തിലുയരുന്ന ശബ്ദത്തെ തടയാനാവില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സമരം കൂടിയായി കോഴിക്കോട് നടന്ന ജൻസി തലമുറയുടെ ഐക്യദാർഢ്യ പ്രഖ്യാപന സംഗമം മാറി. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.